വലിയ ചർച്ചയാണ്. പല പേരുകൾ പറഞ്ഞു. പക്ഷെ സ്വഹാബത്ത് എല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് ഒരേ പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞു. മഹാനാകുന്ന സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന മദീനത്തുൽ ഇൽമി വഅലിയുൽ ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ്, അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് സീത. അതുകൊണ്ട് തന്നെ നല്ല അറിവിന്റെ ആഴം തീർത്തതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹു എല്ലാവരും സജസ്റ്റ് ചെയ്തു, നിങ്ങൾ തന്നെ ആവണം അടുത്തത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു, ഞാനില്ല, അദ്ദേഹം ഒരു വിനയത്തിന്റെ ഭാഗമായിട്ട് പുറകോട്ട് പോയിരുന്നു. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ വീരശൂര പരാക്രമിയായ അഥവാ ഒരുപാട് യുദ്ധങ്ങളിൽ നയിക്കപ്പെടുകയും ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും അടക്കമുള്ള യുദ്ധങ്ങളിലെല്ലാം പ്രവാചകരോടൊപ്പം പങ്കെടുത്തുകൊണ്ട് എല്ലാത്തിലും തൻ്റെതാകുന്ന കഴിവ് കാണിക്കുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത മഹാനാണ്. വളരെ നയതന്ത്രജ്ഞനാണ്, നല്ല വിവരമുള്ള വ്യക്തിയാണ്, അറിവിൻ്റെ ആഴം തീർത്ത വ്യക്തിയാണ്, പ്രവാചകരുടെ മരുമകനാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം വിനയം കാറും മാറി നിൽക്കുക. അപ്പോഴാണ് നമ്മൾ ബസറയിൽ ഇന്നലെ നമ്മൾ സിയാറത്ത് ചെയ്ത മഹാനാകുന്ന തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും കൂടി വല്ലാതെ നിർബന്ധിച്ചു. ഇവർ രണ്ടുപേരുമാണ് നിർബന്ധിക്കുന്നത്. ബാക്കിയുള്ള സഹാബത്തൊക്കെ പിന്താങ്ങുന്നുണ്ടെങ്കിലും ഇവരുടെ നിർബന്ധം ചെലുത്തിക്കൊണ്ട്, കാരണം ഇവർ രണ്ടുപേരും ഇസ്ലാം മതം കൊണ്ട് പ്രവാചകരെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആളുകളിൽപ്പെട്ടവരാണല്ലോ. അന്ന് അലി റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, ഇസ്ലാം മതത്തും കൊണ്ട് ആദ്യം പ്രവാചകരെ വിശ്വസിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് സ്ത്രീകളിൽ മുതിർന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, പിന്നീട് അലി റളിയല്ലാഹു അൻഹു കുട്ടികളിൽ വെച്ച് ആദ്യം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടതാകുന്ന സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ഇവരെ അഞ്ചാമതും എട്ടാമതുമായി ആദ്യം പ്രവാചകരെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിർബന്ധം ചെലുത്തൽ ബഹുമാനപ്പെട്ടവർക്ക് തിരസ്കരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അതിന് സമ്മതം മൂളി. സമ്മതിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമാക്കി വെച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അധീനതയിൽ വന്നതാകുന്ന ഇറാഖ് നഗരമാണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഈ നാട്ടിൽ വന്ന് കൂഫയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസരണ കേന്ദ്രമായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇവിടെ ആഭ്യന്തരമായി നിന്നുകൊണ്ട് മറ്റുള്ളതാകുന്ന ഇസ്ലാം രാജ്യങ്ങളെ മുഴുവനും അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നയിക്കുന്ന ഒരു പ്രവണതയാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദീനി ദഅവത്ത് നടത്തുകയും ഭരണം നടത്തുകയൊക്കെ ചെയ്തത്, ഖിലാഫത്ത് നടത്തുകയൊക്കെ ചെയ്തിരുന്നത് ഇവിടെ ഇരുന്നാണ്. അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ കേന്ദ്രമാക്കി കൂഫയെ മാറ്റി. അഥവാ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ നാടിനെ മാറ്റി. കൂഫയും നജഫും വളരെ അടുത്തടുത്ത 10 കിലോമീറ്റർ ചുവടെയുള്ളതാകുന്ന നാടുകളാണ്. ഈ കൂഫയിൽ ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെതാകുന്ന ഖിലാഫത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാതകർക്കും ഒരു വലിയ വ്യൂഹം തന്നെ ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പുത്തനാശയക്കാരാകുന്ന അഥവാ ഖവാരിജിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. അവർ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെതിരായിക്കൊണ്ടും ആ പ്രവാചകന്റെ പരമ്പര പരിപൂർണമായി ഇല്ലാതാകണമെന്ന് ആശിക്കുന്ന ആളുകളുമാണ്. പ്രവാചകരുടെ ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയി. മകളാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹം അലിയാര് തങ്ങളിലൂടെ ഇനി അവിടുത്തെ തലമുറ നിലനിൽക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കയ്യിലേന്തണം എന്നുള്ള ചിന്തയിൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറായി, ഖവാരിജിയാക്കൾ. അങ്ങനെ ഖവാരിജിയാക്കളുടെ നേതാക്കളാകുന്ന ആളുകളുടെ യോഗം വരുന്നു. ആ യോഗത്തിൽ ആരാണ് അലി റളിയല്ലാഹു അൻഹു കൊല്ലുന്നതിനെ കുറിച്ച് ചർച്ചയാകുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലാമെന്ന് എല്ലാവരും ശങ്കിച്ചു നിൽക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറയാം. അയാളുടെ പേരാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജം എന്ന് പറയുന്ന വ്യക്തി. പേര് കേട്ടിട്ട് റളിയല്ലാഹു അല്ലണ്ട, അതൊക്കെ ഖവാരിജിയാക്കളാകുന്ന ആളുകൾ മോശപ്പെട്ട ആളുകളാണ്. പക്ഷെ പേരൊക്കെ അറബി പേര് തന്നെയാണ്. അബ്ദുറഹ്മാൻ ബിൻ മുൽജം എന്ന് പറയുന്നതാകുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അലി റളിയല്ലാഹു അൻഹു ഞാൻ കൊന്നുകൊള്ളാം, നിങ്ങൾ ആരും അദ്ദേഹത്തിന്റെ കാര്യം നോക്കണ്ട, അതിനുള്ള നീക്കം ഞാൻ നടത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുള്ള കരുക്കൾ നീക്കി. അതിനാദ്യം അദ്ദേഹം ചെയ്തത് കൂഫയിൽ തന്നെ വന്ന് ഈ നാട്ടിൽ വന്ന് അവിടുന്ന് വരികയാണ്. സൗദിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ, മദീനയിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൂഫയിലുള്ളതാകുന്ന നല്ല സൗന്ദര്യവതിയാകുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയം വെക്കും. ആ പ്രണയത്തിലൂടെ 2 ചെറുപ്പക്കാരാകുന്ന നല്ല കരുത്തുറ്റ യുവാക്കളെ, ഈ നാട്ടുകാരാകുന്ന ആളുകളെ പതുക്കെ തന്റെ ശിങ്കടിയാക്കി. ഒന്ന് വർദ്ദാൻ, മറ്റൊന്ന് ഷബീബ്. ഇവർ രണ്ടുപേരെയാണ് കൂട്ടുകാരാക്കുന്നത്. ഇവർ രണ്ടുപേരെയും തന്റെ ഇഷ്ടത്തിനും അഥവാ എന്ത് പറഞ്ഞാലും ഏത് രീതിയിലും വകവരുത്താൻ സഹായിക്കുന്ന ആളുകളായി രണ്ടുപേരെയും കൊണ്ടുവന്നു. ഈ പെണ്ണിലൂടെയാണ് അത് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ഒരു കളവൊരുക്കാണ്. കാരണം നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് ഒരാളെ ആക്രമിക്കണമെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളുടെ സഹായം വേണം. എങ്കിലേ ഉള്ള ആ നാട്ടിലെ ഉൾവഴികളും അവിടെ നടക്കുന്ന സംഭവങ്ങളും അവിടെ നടക്കുന്ന എന്തെങ്കിലും പ്രോഗ്രാമുകളും വിഷയങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുള്ളൂ.
അപ്പൊ അതറിയാൻ വേണ്ടി ഈ നാട്ടിൽ പ്രവേശിച്ച് ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ പതുക്കെ പ്രണയം നടിച്ച് അവരെ വഴുതിയിൽ വരുത്തി അവരിലൂടെ 2 ചെറുപ്പക്കാരെ സായക്തമാക്കി വന്നു. വർദാനി ഷബീബുമാണ്. ഈ 2 പേരുമായിട്ട് വളരെ സൗഹൃദം വെച്ചു. അവന്മാര് 2 പേരും നല്ല കരുത്തുറ്റ ആയുധശീലമുള്ള നല്ല ശീലമുള്ളതാകുന്ന ആളുകളെ അവരെ 2 പേരെയും വരുതിയിലാക്കി. അവരോടും പറഞ്ഞു ഇതിനുള്ളതാകുന്ന തക്കം നമുക്ക് നോക്കിയിരിക്കണം. അപ്പൊ അതിനൊരു സമയം കുറിച്ചിട്ടത് കൃത്യമായിട്ട് അവർ കുറിച്ചിട്ടത് സുബഹിയുടെ സമയത്താണ്. അപ്പൊ ഇനി അടുത്ത ഖലീഫയാകാൻ ചാൻസ് ഉള്ളതാര്? ഇദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇവർക്കിടയിൽ സഹാബത്തിനിടയിലൊക്കെ ചർച്ച നിൽക്കുന്നത് 2 പേരുടെ പേരാണ് മുഴങ്ങി കേൾക്കുന്നത്. ഒന്ന് മഹാനാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. പിന്നുള്ള ഒരു ചർച്ചയുള്ളത്, കാരണം മറ്റവരൊക്കെ പിള്ളേരാണല്ലോ, ഹസൻ ഹുസൈനൊക്കെ കുട്ടികളാണ്. അപ്പൊ ഇനി അടുത്തവർ പെട്ടെന്ന് തന്നെ ഒരു അധികാരത്തിലേക്ക് വരാൻ ചാൻസ് ഉള്ളവരെ കൂടി അങ്ങ് വധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അധികാരം പിടിച്ചെടുക്കുക. അതാണ് അവരുടെ ലക്ഷ്യം, ഖവാരിജാക്കളുടെ ലക്ഷ്യം. അത് അതിനുവേണ്ടി അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തി. അതാണ് അദ്ദേഹത്തിന്റെ പേരാണ് മുബാറക് ബിൻ അബ്ദില്ല. മുബാറക് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ രണ്ടാമത്തെ വ്യക്തി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി നിന്നത് അംറു ബിൻ ബറക്ക എന്ന് പറയുന്ന വ്യക്തി. ഇവർ 2 പേരും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിലകൊണ്ടു. ശരിക്കും പറയട്ടെ, അവസാനം എല്ലാവരും തക്കം പാത്തിരുന്നു. ഇവരൊക്കെ ഓരോ പള്ളികളിലെ ഇമാമിയങ്ങളാണ്. മദീനത്ത് വ്യത്യസ്തമാകുന്ന പള്ളികളിലാകുന്ന ഖലീഫമാർ ഇമാമികളായി ഗവർണർമാരായി നിലകൊള്ളുന്നു. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ബഹുമാനപ്പെട്ടതാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവരൊക്കെ ആ സ്ഥലത്തേക്ക് തന്നെ നിയോഗിച്ച് ഒരേ സമയത്ത് കൊല നടക്കണം. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ 8 മണിക്ക് രാത്രിയിൽ ഒറ്റൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഇന്ന വീടുകൾ മുഴുവൻ വളയുക. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ LDFന്റെ പ്രവർത്തകരുടെയൊക്കെ വീടുകളൊക്കെ വളർന്നത് രാത്രിയിൽ ഒരേ സമയത്ത് 2 മണിക്ക് ചെന്നിട്ട് എനിക്ക് അറസ്റ്റ് ചെയ്യായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള രാത്രിയുടെ ഒറ്റ സമയത്ത് നിന്ന് വീട് മുട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഒരേ സമയത്ത് ഒരു വളരെ തന്ത്രപരമായ പരിപാടി. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തെ കൊല്ലണം. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് അവരെ വധിക്കണം. അലി റളിയല്ലാഹു അൻഹു ഇവിടെ കൂഫയിൽ മസ്ജിദുൽ ജാമിഅ നമ്മൾ പോകും ഇൻഷാ അല്ലാഹ്, പള്ളിയിൽ ഉച്ചയ്ക്ക് ശേഷം ആ പള്ളിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം സുബഹിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കൊല്ലണം. പക്ഷെ ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് അന്ന് തീരെ വയ്യ. രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന് തീരെ അസുഖബാധിതനായിട്ട് അദ്ദേഹം പള്ളിയിൽ പോയില്ല. അദ്ദേഹം പകരത്തിന് വിട്ടത് ബഹുമാനപ്പെട്ടതാകുന്ന ആബി ഹബീബി എന്ന് പറയുന്നതാകുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹത്തെയാണ് പകരത്തിന് വിട്ടേക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞ് നീ പോയി ഇമാമിക്കണമെന്ന് പറഞ്ഞ് തലേന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ രാവിലെ സുബഹിക്ക് പോവാണ്. ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ സുബഹിക്ക് പോകുന്ന സമയത്ത് ബറക്ക എന്ന് പറയുന്നവൻ വന്ന് വെട്ടുന്നത് ആരെയാണ്? യഥാർത്ഥത്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ അല്ല, പാവപ്പെട്ടതാകുന്ന ഈ സ്വഹാബി വലിയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. കാരണം വെട്ടെന്ന് പറഞ്ഞാൽ നല്ല അവരെല്ലാവരും വാളിനകത്ത് വിഷം പൂട്ടപ്പെട്ടതാകുന്ന വാളാണ്. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വധിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ്. 2 നില മൂർച്ചയുള്ളതാകുന്ന വാളുകൊണ്ടാണ് അബൂലുഹുല എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അടിവയറ്റിൽ കുത്തുന്നത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് കുത്താൻ കുത്തിയതിന് ശേഷം എന്ത് ചെയ്തു? കത്തി ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വലിച്ചപ്പോഴത്തേക്കും കുടല് അതിനുള്ളിൽ പെട്ടിട്ട് കുടല് ഫുള്ള് പുറത്തേക്ക് വരികയാണ്. കാരണം ഈ കത്തി കുത്തുന്ന സമയത്ത് പണിയറിയാവുന്നവർ പറയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കൈക്ക് പിടിക്കണം. കാരണം കൈത്തി തിരിക്കാൻ സമ്മതിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ കുടലൊന്നായിട്ട് മറിയും. 2 നില മൂർച്ചയുള്ള ഒരു വാട് കൊണ്ടുവന്നിട്ട് അതിൽ വിഷം കൂട്ടിയിട്ട് നേരെ ഉള്ളിലേക്ക് കുത്തിയിട്ട് കത്തി തിരിച്ച് പുറത്തേക്ക് കൊണ്ട് വലിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തിയേക്കുന്നത്. ആ ചരിത്രമൊക്കെ വളരെ കണ്ണു നിറയ്ക്കുന്ന ചരിത്രമാണ്. ഏതായിരുന്നാലും അതേപോലെ അതേ പ്ലാനിൽ തന്നെ, കാരണം ഈ കത്തിക്കുത്തുകൊണ്ട് മാരകമാകുന്ന മുറിവ് മാത്രമല്ല ലക്ഷ്യം. ഒന്നില്ലെങ്കിൽ വിഷം തീണ്ടിയിട്ടെങ്കിലും ഉള്ളിലേക്ക് എത്തിയിട്ടെങ്കിലും മരിക്കണം, മരണം ഉറപ്പാക്കണം. അതിനുവേണ്ടിയുള്ള ഹിക്മത്താണ്. അപ്പൊ നല്ല വിഷം നീട്ടി വെച്ച കത്തി വാളുമായിട്ട് റെഡിയായി ഇവർ കാത്തിരിക്കുകയാണ്. മൂവരിങ്ങനെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അന്ന് സുബഹിക്ക് വന്നില്ല. പകരം വേറൊരാളെ പറഞ്ഞു വിടുന്നു. അദ്ദേഹത്തിന് ആബി ഹബീബി എന്ന് പറയുന്നതാകുന്ന റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹത്തിന് വെട്ടേക്കുന്നു. തലശൻ അദ്ദേഹം ഷഹീദാകുന്നു, അദ്ദേഹം മരിക്കുന്നു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഇതേപോലെ തന്നെ സുബഹിക്ക് അദ്ദേഹം നിസ്കരിക്കാൻ പോവാണ്. അതേ ദിവസം തന്നെ റമദാൻ മാസമാണ്. റമദാൻ 17 ഈ സംഭവം നടക്കുന്നത്. ഹിജ്റ വർഷം 40 ബഹുമാനപ്പെട്ടതാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുന്നു. വെട്ട് കിട്ടി. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു വെട്ട് വരുന്നത് കണ്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്തു. പുറത്താണ് വെട്ട് കിട്ടുന്നത്. തലയിലേക്കാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ ആ വെട്ട് നേരെ അദ്ദേഹത്തിന്റെ പുറത്തായി. മുറിവ് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാരകമാകുന്ന മുറിവല്ല. പ്രശ്നമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം അവനെ പിടിച്ചു, ആളെ കൊല്ലുകയും ചെയ്തു. അവനെ വെട്ടാൻ വന്ന വ്യക്തി ആളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വെട്ടുകയും ചെയ്തു. ഏതായിരുന്നാലും 3ാമത്തെ വ്യക്തി സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നമ്മുടെ വിഷയം. ഇത് ഒരേ ദിവസം നടന്നതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ മസ്ജിദുൽ ജാമിഅ പള്ളിയിൽ നമ്മൾ പോകും. അദ്ദേഹത്തിന്റെ വീട് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും.
ആ വീട്ടിൽ നിന്ന് അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്ന വഴി, അത് വീട് വളരെ ചരിത്രപരമായ വീടാണ്. ആ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസം മുഴുവൻ കൊടുത്തത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മക്കള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയുള്ള മക്കള് 5 പേരാണ്. നമ്മൾ സാധാരണ കേട്ട് പഠിച്ചിട്ടുള്ളത് ഹസൻ ഹുസൈന, മാത്രമല്ല മുഹസിൻ മറ്റൊരു മകനാണ്, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ സൈനബ മറ്റൊരു മകളാണ്, ഉമ്മു കുൽസും മറ്റൊരു മകളാണ്. ഈ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ അവരെ പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അലിയാർ തങ്ങളുടെ മകളെ. അപ്പൊ 5 മക്കളാണ് ആരിൽ ഉണ്ടായിട്ടുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ എപ്പോഴും പറയുമ്പോഴും ഹസൻ ഹുസൈൻ എന്ന് പറയാ. കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്നയാണ് ഇവർ രണ്ടുപേരും. സ്വർഗത്തിലെ യുവാക്കളുടെ നേതൃത്വമാണ് ആര്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അവരെ അത്രയേറെ സ്ഥാനം കൊടുത്ത് അറിയപ്പെട്ടത്. പിന്നെ ഒരു മകനുള്ളത് മുഹസിൻ എന്നുള്ളൊരു മകനുണ്ട്. 3 ആണ് ഫാത്തിമ ബീവി റളിയല്ലാഹു. 4ാമത്തെ മകൻ മുഹസിൻ ചെറിയ പ്രായത്തിൽ മരിച്ചു. പിന്നുള്ളത് സൈനബ ബീവിയും അതുപോലെ തന്നെ ഉമ്മു കുൽസൂം ബീവിയാണ്. ഈ സൈനബ ബീവിയും ഉമ്മു കുൽസൂം ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളതാകുന്ന മക്കളാണ്, നബിയുടെ പേരക്കുട്ടികളാണ്. അതല്ല ഉമ്മു കുൽസൂമിനെയാണ് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ഇരിക്കട്ടെ, മാത്രമല്ല ഇതല്ലാതെ വിവാഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ വഫാത്തിന് ശേഷം, വഫാത്തിന്റെ സമയം, ബഹുമാനവന്റെ വഫാത്തിന് ശേഷം ചരിത്രം പറയുന്നു 4 ഭാര്യമാരും 19 അടിമ സ്ത്രീകളും ഉണ്ടായിരുന്നു. ആർക്ക്? അലി റളിയല്ലാഹു വഫാത്തിന്റെ സമയത്ത്. അതായത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴേ വഫാത്തായതാണ്. അറിയാമല്ലോ ചരിത്രം. നബി തങ്ങൾ വഫാത്തായ 6 മാസത്തിന് ശേഷമാണ് ആര് വഫാത്താകുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം 4 വിവാഹം ചെയ്തിട്ടുണ്ട്. അഥവാ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? അടുക്കൽ 4 ഭാര്യമാരുണ്ട്, 19 അടിമ സ്ത്രീകളുണ്ട്, 14 ആൺമക്കളും 17 പെൺമക്കളും ഉണ്ട്. മൊത്തത്തിൽ 31 മക്കളാ ആർക്ക്? അലി റളിയല്ലാഹു അൻഹു. നമ്മൾ സാധാരണ എല്ലാവരും ഹസൻ ഹുസൈനും മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. 31 മക്കളുണ്ട് ആർക്ക്? അലി റളിയല്ലാഹു അൻഹു. ഇതിൽ ധാരാളം മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കർബലയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യും. 10-23ഓളം അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെ തന്നെ ഖബർ അവരുടെ ഉണ്ട്. അല്ലാഹു അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വലിയ ചരിത്രമാണ്, വിശാലമായ ചരിത്രം. നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മുടെ 4ാം ഖലീഫയുടെ കുടുംബ ചരിത്രം നമ്മളല്ലാതെ ആര് പഠിക്കാനാണ്? ശരിക്കും വിശാലമായി പഠിക്കേണ്ട മനോഹരമായ ചരിത്രങ്ങളാണ്.